ഗുഡ് മോർണിംഗ് ആൾ. അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഗുഡ് ന്യൂസ് ആയിട്ട് ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്ന് അപ് ട്രെൻഡാണ്. ഓപ്പണിംഗ് തന്നെ നിഫ്റ്റി അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. 58 പോയിൻറ്റ് അപ്പാണ്. ഏകദേശം ടൈം 7:52 AM. ഓക്കെ, അപ്പം ടെക്നിക്കൽ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കോട്ട് ബൈ ട്രെൻഡാണ്. പക്ഷേ ഇന്നലത്തെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ ന്യൂട്രലും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, മെയിനായിട്ട് ഇവിടെ നമ്മളുടെ സപ്പോർട്ടാണ്. അതാത് ദിവസത്തെ സപ്പോർട്ട് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. കാരണം റിസൾട്ട് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്തത് ഗോൾഡ് ETF ആണ്. ഗോൾഡിനെ കുറിച്ച്, ഗോൾഡ് അപ് ട്രെൻഡാണ്. നമ്മളെന്ന് പറഞ്ഞത് ഗോൾഡ് അപ് ട്രെൻഡാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പിടിക്കാൻ പലവിധ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും ഗോൾഡ് ETF ആണ് കുറച്ച് ബെറ്ററായിട്ട് കോമൺ മാന് ഫീൽ ചെയ്യുന്നു. കോമൺ മാൻ ETF അത് കുറച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി പെർഫോമൻസും ലാഭവും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെയോ അല്ലെങ്കിൽ MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലുള്ള നമുക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഗോൾഡ് അവിടെ ഫ്യൂച്ചർ ബൈ ചെയ്യാം. ഫ്യൂച്ചർ ട്രേഡിംഗ് ബൈ ചെയ്യാവുന്നതാണ് ഫ്യൂച്ചർ. അപ്പോൾ ശ്രദ്ധിക്കുക, പലവിധ ട്രേഡിംഗ് മെക്കാനിസം ഉണ്ട്. ഒരു കൊല്ലം ഹോൾഡ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞ ഒരാളും 2 ദിവസം കൊണ്ട് ക്യാഷ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആളും തമ്മിൽ വെക്കുമ്പോൾ MCX ആയിരിക്കും കുറച്ചും കൂടി. MCX എക്സ്ചേഞ്ച് ആയിരിക്കും നല്ലത്. മറ്റുള്ളവരെ സംബന്ധിച്ച് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ETF ആയിരിക്കും നല്ലത്. അപ്പോൾ ETF ബൈ ഇതുവരെ സംബന്ധിച്ച് ഇയർലി ഹൈയിലാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. രാത്രി വന്ന ഫെഡ് മിനിറ്റ്സ് പോസിറ്റീവായിരുന്നു. ന്യൂസ് പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഓടിക്കാൻ കാണാം. ഇൻട്രസ്റ്റ് കട്ടിന് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ഇൻട്രസ്റ്റിന് ചാൻസ് ഉണ്ടെന്നുള്ള നിലയ്ക്ക് തന്നെ ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നാസ്ഡാക്ക് ഹൈ തന്നെയായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. IT സ്റ്റോക്സുകളൊക്കെ അപ്പോൾ തന്നെ അപ് ട്രെൻഡിലേക്ക് മാറി. പിന്നെ വളരെ നേരത്തെ ഇന്ന് കാലത്ത് വന്ന ന്യൂസാണ്. ഇതേ ബേസ് ചെയ്തിട്ട് വൈകുന്നേരം മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കുറച്ച് കൂടുതലായി വന്നേക്കാം അമേരിക്കൻ മാർക്കറ്റിൽ. പക്ഷേ എങ്കിൽ തന്നെ ഗാസ പീസ് അത് ഡീൽ എഗ്രീവായി എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് വളരെ കാലത്ത് കിട്ടുന്നത്. ഏകദേശം 2 മണിക്കൂർ റേഞ്ചിലാണ് അൽ ജസീറയുടെയൊക്കെ ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസായിട്ട് തന്നെ കാണാവുന്നതാണ്. ഇതൊരു മാർക്കറ്റിനെ പോസിറ്റീവ് ട്രെൻഡിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഈവനിങ് ആയിരിക്കും തോന്നുന്നു അമേരിക്കൻ മാർക്കറ്റിനെ ബാധിക്കാൻ വരുന്നുള്ളൂ. ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നം കാണുന്നത് FI അധികം സെല്ലല്ലെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൈഡിൽ നിന്ന് ബൈ വളരെ കുറഞ്ഞു പോയി. നമുക്കറിയാം, നല്ല മാർക്കറ്റ് ഒരു 11 മണിക്ക് ശേഷം ഡൗൺ വന്നതിനൊരു എഫക്റ്റ് നോക്കൂ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൈയൊഴിഞ്ഞ കൂടി തന്നെ മാർക്കറ്റ് താഴ്ത്തിക്ക് പോയി. അതേസമയം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സൈഡിൽ നിന്ന് നെഗറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീക്ക്നെസ്, അപ്പോൾ അത് ഇങ്ങനൊരു വീക്ക്നെസ് നിൽക്കുമ്പോൾ എത്ര വലിയ ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിലും വരാൻ പോകുന്ന TCSൻ്റെ റിസൾട്ട് ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം TCSൻ്റെ റിസൾട്ടൊക്കെ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. TCSൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട്, നിങ്ങൾക്കറിയാം, ടെക്നോളജി ഷെയർസ് ലെക്സിയൽട്ടൊക്കെ തൊട്ടുള്ള എല്ലാ ഷെയർസുകൾക്കും അപ് ട്രെൻഡ് വരാം. ആ സമയം TCSൻ്റെ റിസൾട്ട് മോശമാണെങ്കിൽ നെഗറ്റീവും വരാം. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു കാലത്ത് ഈ മാർക്കറ്റിന് അപ്ലോഡ് ചെയ്ത് പോകാവുന്ന ഒരു അളവ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒന്നെങ്കിൽ സൈഡ് വൈസ് ആവണം, അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കണം. ഒന്നെങ്കിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ഡൗൺ. അപ്പോൾ കാലത്തൊരു മാർക്കറ്റ് അപ് ട്രെൻഡ് കഴിഞ്ഞാൽ കാലത്ത് തന്നെ ഡൗൺ ആണെങ്കിൽ ഓക്കെ, അത് കണ്ടിന്യൂഷൻ സൈഡ് വൈസ്. താഴത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ സൈഡ് വൈസ് ആയിരിക്കും. കാരണം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അപ് ട്രെൻഡ് ആവാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം ഇന്നലെ ഡൗൺ ആയ മാർക്കറ്റാണ്. ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡ് കൊണ്ടുള്ള ഗുഡ് ന്യൂസ് ഉള്ളതുകൊണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു ടോപ്പ് ലൈനിൽ നിന്ന് സെല്ല് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഈവനിങ് വരെ ഒരു സൈഡ് വൈസ് ഡൗണിലായിരിക്കും സാധ്യത കൂടുതൽ. നമ്മുടെ സ്റ്റോക്സിൽ കയ്യിലിരിക്കുന്ന സ്റ്റോക്സുകളുടെ റിസൾട്ട് കളറിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ BSE റിസൾട്ട് കളറിന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം, റിസൾട്ട് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്ന് 9-ാം തീയതി ടാറ്റ എലക്സി TCS ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 റിസൾട്ടുകളാണ് ഈ കാണിക്കുന്നത്. കാരണം ഈ 2 റിസൾട്ടുകളും മാർക്കറ്റിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ടാമത് കുറച്ചുകൂടി താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ റിസൾട്ടുകൾ ഇല്ലെങ്കിലും ഇതൊക്കെ പ്രധാനപ്പെട്ട IT ഷെയർസുകളെ ബാധിച്ചിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക.
ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യ 13-ാം തീയതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ICICI ജനറൽ ഇൻഷുറൻസ്, ICICI പ്രൊഡൻഷ്യൽ രണ്ടും 14-ാം തീയതി വരുന്നുണ്ട്. പെർസിസ്റ്റൻസ് 14-ാം തീയതി വരുന്നു. ഓൾറെഡി പെർസിസ്റ്റൻസ് ഇന്നലെ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ റിസൾട്ടിന് മുമ്പ് കയറുന്ന കൗണ്ടറുകളിൽ പെട്ടതായിരിക്കും ഇതൊക്കെ. ഏഞ്ചൽ 1 റിസൾട്ടിന് ആക്സിസ് ബാങ്ക് 15, ഏഞ്ചൽ 1 15. ഈ റിസൾട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. HDFC AMC, HDFC ലൈഫ് 15-ാം തീയതി തന്നെയാണ്. IRFC 15. ഞാൻ പ്രധാനപ്പെട്ടതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്ക് 18, 15 ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവാം. ഒബറോയ് റിയാലിറ്റി 15. കുറച്ച് റിയാലിറ്റി സ്റ്റോക്സിൽ ഇന്നലെ മൂവ്മെൻറ്റ് കണ്ടിരുന്നു. ഒബറോയ് റിയാലിറ്റി വാച്ച് ചെയ്യാവുന്നതാണ്. RIL 15. ഇൻഫോസിസ് 16-ാം തീയതിയാണ് റിസൾട്ട് വെച്ചിരിക്കുന്നത്. ഇൻഫോസിൻ്റെ റിസൾട്ട് 16. LTI ഇൻവെൻട്രി ഇതൊക്കെ ഈ സെക്ഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു 15-ാം തീയതി കൊടുക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് 16-ാം തീയതി, വിപ്രോ 16-ാം തീയതി. അപ്പോൾ ഏകദേശം റിസൾട്ടുകളൊക്കെ ആ ഒരു 15-ാം തീയതിയിലേക്കാണ്. TCS റിസൾട്ടാണ്. ഇയർലി ബേസിൽ എല്ലാവരും പോസിറ്റീവ് ട്രെൻഡ് പറയുന്നുണ്ടെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ പലരും പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് ആഫ്റ്റർ മാർക്കറ്റാണ്. എന്നാൽ 3:30-ന് ശേഷമാണ് വരുന്നത്. ഞാൻ പറയുന്നു അതുകൊണ്ടാണ് ഈ റിസ്ക് നിൽക്കുന്നത് 3:30-ന് ശേഷം നിൽക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട അടുത്ത സെക്ഷനിലേക്ക് ഞാൻ പറയാം. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ 55 പോയിൻ്റ് അപ്പാണെങ്കിലും ഈ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി ഫ്യൂച്ചർ ആയിക്കോട്ടെ ഏതാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ആവറേജ് പ്രൈസിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കണം. ഞാൻ സാധാരണ ആവറേജ് പ്രൈസ് എടുക്കാറില്ല. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ആവറേജ് പ്രൈസാണ് എടുക്കേണ്ടത്. ഓക്കെ, ഏതായാലും ഒരു ആവറേജ് പ്രൈസെങ്കിലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറേ കാൽക്കുലേറ്റേഴ്സ് വെച്ചിട്ടും നമുക്ക് ഒരു ടെക്നിക്കൽ ലെവൽ കണ്ടുപിടിക്കാവുന്നതാണ്. അത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എല്ലാ ഷെയർസിലും നിങ്ങൾ ഇന്ന് ഒരു സപ്പോർട്ട് ലെവലുകൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ പിവറ്റോ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം എങ്ങാനും മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ, കാരണം ഇനി റിസൾട്ട് വരുന്നതൊക്കെ 15-ാം തീയതിയാണ്. അപ്പോൾ ഒരു 6 ദിവസം ഡിഫറൻസ് ഉണ്ട് നമുക്ക് അടുത്ത റിസൾട്ട് വരാൻ. അപ്പോൾ ഇവിടെ നല്ലൊരു പോയിൻ്റാണ്, ഒരു കറക്ഷന് പറ്റിയ സ്ഥലമാണ്. നല്ല കറക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ദിവസം അടുപ്പിച്ച് മാർക്കറ്റ് കയറി, ഇന്നലെ പൊട്ടി, ഇന്ന് തിരിച്ച് കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഏരിയ. കാരണം 15-ാം തീയതിയാണ് അടുത്ത റിസൾട്ടുകൾ. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. അപ്പോൾ സൂക്ഷിക്കണം. ഈ മാർക്കറ്റിൽ ഹൈയിൽ വെച്ച് പൊസിഷൻ പിടിക്കുന്നവർ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു.